السلام عليكم ورحمة الله وبركاته. حديث بعض. وعن أبي هريرة رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم: ألا أدلكم على ما يمحو الله به الخطايا ويرفع به الدرجات؟ قالوا بلى يا رسول الله. قال: إسباغ الوضوء على المكاره، وكثرة الخطى إلى المساجد، وانتظار الصلاة بعد الصلاة، فذلكم الرباط. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു: നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു മായ്ച്ചു കളയാനും നിങ്ങളുടെ പദവികൾ അവൻ ഉയർത്താനും സഹായിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെ? സ്വഹാബത്ത് പറഞ്ഞു: അതെ, അല്ലാഹുവിന്റെ റസൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: തണുപ്പുകൊണ്ടോ മറ്റെന്തെങ്കിലും കാരണത്താലോ പ്രയാസമുള്ളപ്പോൾ പൂർണ്ണമായി വുളു എടുക്കുക, പള്ളിയിലേക്കുള്ള ചവിട്ടടികൾ വർദ്ധിപ്പിക്കുക, ഒരു നിസ്കാരത്തിന് ശേഷം മറ്റൊരു നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുക. അതാണ് ശരിയായ റിബാത്ത്. റിബാത്ത് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ ശത്രുക്കളെ പാർത്തിരിക്കുന്നതിന് പറയുന്ന ഒരു പദമാണ്. അപ്പൊ അതുപോലെ പുണ്യം കിട്ടുന്ന അമലാണ് ഈ പറയപ്പെട്ടത്. മറ്റൊരു ഹദീസ്: ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം: മൻ സ്വല്ലൽ ബർദൈനി ദഖലൽ ജന്ന. മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്: മൻ സ്വല്ലൽ ബർദൈനി, രണ്ട് ബർദൈനി ആരെങ്കിലും നിസ്കരിച്ചാൽ എന്ന് പറഞ്ഞാൽ സുബ്ഹ്, അസ്ർ എന്നീ നിസ്കാരങ്ങൾക്കാണ് ബർദൈനി എന്ന് പറയുന്നത്. ഈ രണ്ട് നിസ്കാരങ്ങൾ ആരെങ്കിലും നിർവഹിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. ഇമാം ബുഖാരിയും മുസ്ലിമും മുത്തഫഖ് അലൈഹിയായി റിവായത്ത് ചെയ്തൊരു ഹദീസാണ്. മറ്റൊന്നുകൂടി ശ്രദ്ധിക്കുക: قال أراد بنو سلمة أن ينتقلوا قرب المسجد فبلغ ذلك رسول الله صلى الله عليه وسلم فقال لهم: إنه قد بلغني أنكم تريدون أن تنتقلوا قرب المسجد. فقالوا: نعم يا رسول الله، قد أردنا ذلك. فقال بني سلمة: دياركم تكتب آثاركم، دياركم تكتب آثاركم. മഹാനായ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അദ്ദേഹം പറയുന്നു, ബനൂ സലമ ഗോത്രക്കാർ പള്ളിയുടെ അടുത്തേക്ക് മാറി താമസിക്കാൻ തീരുമാനിച്ചു. ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞു. അപ്പോൾ അവരോട് ചോദിച്ചു: നിങ്ങൾ പള്ളിയുടെ അടുത്തേക്ക് മാറി താമസിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അവർ പറഞ്ഞു: അതെ അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിക്കുന്നു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: നിങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ വീടുകളിൽ തന്നെ താമസിക്കുക, ആ വീടുകൾ തന്നെ നിങ്ങൾ സ്ഥിരപ്പെടുത്തുക. കാരണം പള്ളിയിലേക്കുള്ള നിങ്ങളുടെ ഓരോ ചവിട്ടടികളും അല്ലാഹുവിന്റെ കോടതിയിൽ നിങ്ങൾക്ക് ഖൈറായി എഴുതപ്പെടും എന്ന് 2 പ്രാവശ്യം വിധങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു. അഥവാ ഓരോ ചവിട്ടടിക്കും അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 ഹദീസുകളാണ് നാം ഇവിടെ ചർച്ച ചെയ്യാം. നാം നമ്മുടെ ജീവിതത്തിൽ വളരെ നിസ്സാരമായി കാണുന്ന, അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ അശ്രദ്ധ കൊണ്ടോ അലസത കൊണ്ടോ നാം തള്ളിക്കളയുന്ന വളരെ പ്രധാനപ്പെട്ട ചില കർമ്മങ്ങളെ കുറിച്ചാണ് ആദ്യത്തെ ഹദീസിൽ പറഞ്ഞത്. നമ്മുടെ പാപങ്ങൾ മുഴുവനും പൊറുക്കാനും അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ പദവികൾ ഉയർത്തപ്പെടാനും കാരണമായ 3 കാര്യങ്ങൾ. വുളു ചെയ്യുന്ന സമയത്ത് എത്ര വലിയ ബുദ്ധിമുട്ടുണ്ടായാലും പ്രയാസമുണ്ടായാലും അതിനെ തൃണവൽഗണിച്ച് വുളുവിന്റെ അവയവങ്ങൾ പരിപൂർണമായി നല്ല രീതിയിൽ കഴുകി വുളുവിനെ പൂർത്തിയാക്കുക. അതുപോലെ ജമാഅത്തുകൾക്ക് വേണ്ടി പള്ളിയിലേക്ക് നടന്നു പോവുക, പള്ളിയിൽ ചെന്ന് നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുക. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം അശ്രദ്ധമായി തള്ളിക്കളയാനുള്ള കാര്യങ്ങളായി കാര്യങ്ങൾ. ജമാഅത്തിന്റെ വിഷയത്തിൽ പലപ്പോഴും നാം അലസരാണ് എന്ന് പറയേണ്ടിയിരിക്കും. സമയമുണ്ടായാലും സൗകര്യമുണ്ടായാലും എപ്പോഴെങ്കിലും ഒന്ന് നിസ്കരിച്ചാൽ മതിയല്ലോ എന്ന നിലയിൽ നിസ്കരിക്കുന്നവർ തന്നെ അശ്രദ്ധമായി ആ ജമാഅത്തിന്റെ മഹത്തായ പ്രതിഫലം നഷ്ടപ്പെടുത്തുന്നത് കാണാം.
ഒരിക്കലും നാം അത് ചെയ്യരുത്. അതുപോലെ തന്നെ അസ്ർ സുബഹി നിസ്കാരം കറക്റ്റായി കൃത്യനിഷ്ഠയുടെ ജമാഅത്തായി നിസ്കരിച്ചാൽ വലിയ പ്രതിഫലമാണ് അതിനുള്ളത്. മറ്റു നിസ്കാരങ്ങൾക്കുമുണ്ട്, പക്ഷെ ഈ സമയത്തുള്ള അഥവാ അസ്ർ സുബഹി 2 നിസ്കാരങ്ങൾ പലപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ അശ്രദ്ധ അല്ലെങ്കിൽ അലസത കൊണ്ട് നഷ്ടപ്പെടുത്തി കളയുന്ന 2 ജമാഅത്തുകളാണ്. ഇതും നാം മുറുകെ പിടിക്കേണ്ടിയിരിക്കുന്നു. മൂന്നാമത് പറഞ്ഞത് ബനൂ സലമ ഗോത്രക്കാർ അവരുടെ വീട് മദീന പള്ളിയിൽ നിന്ന് കുറച്ച് അകലെയായിരുന്നു. എല്ലാ വക്തുകളിലും ജമാഅത്തിന് പള്ളിയിലേക്ക് എത്താൻ പ്രയാസമാകുമല്ലോ എന്ന് കരുതി പള്ളിയുടെ അടുത്ത് കുറച്ചൊരു സ്ഥലം ഒഴിഞ്ഞു കിട്ടിയപ്പോൾ ആ സ്ഥലത്തേക്ക് അവരുടെ വീടുകൾ മാറാൻ അവർ ആഗ്രഹിച്ചു. വിവരമറിഞ്ഞ നബിതങ്ങൾ പറഞ്ഞു, വേണ്ട, നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾ താമസിക്കുക. കാരണം അവിടെ നിന്ന് നടന്ന് നിങ്ങൾ വരുന്ന ഓരോ ചവിട്ടടിക്കും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമാണ് രേഖപ്പെടുത്തപ്പെടുന്നത്. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഈ വാക്ക് നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. വളരെ നല്ല ലക്ഷ്യത്തോടു കൂടിയാണ് പള്ളിയുടെ അടുത്തേക്ക് താമസം മാറുക എന്ന് അവർ ഉദ്ദേശിച്ചത്. നമ്മുടെ ഇന്നത്തെ അവസ്ഥയിൽ ഒരുപക്ഷെ അതാകും നല്ലത്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ദൂരെയായാലും ജമാഅത്തിനോടുള്ള താല്പര്യം, അള്ളാഹുവിന്റെ ഹബീബിനോടൊപ്പം പള്ളിയിൽ വന്ന് നിസ്കരിക്കാനുള്ള താല്പര്യം അവരെ കൃത്യമായി തന്നെ പള്ളിയിലേക്ക് എത്തിച്ചിരുന്നു. അപ്പൊ എത്ര ത്യാഗം സഹിച്ചാലും ആ ദൂരെ നിന്ന് ജമാഅത്തിന് അവർ പങ്കെടുക്കുമ്പോൾ അവരവിടെ നിന്ന് നടന്നു വരുന്ന ഓരോ ചവിട്ടടികൾക്കും വലിയ പ്രതിഫലമാണ് രേഖപ്പെടുത്തപ്പെടുന്നത്. അത് നഷ്ടപ്പെടുത്തേണ്ട, അതുകൊണ്ട് നിങ്ങൾ അവിടെ തന്നെ താമസിക്കുക എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതൊക്കെ ശ്രദ്ധയോടുകൂടി നാം ഒന്ന് പരിഗണിച്ചാൽ നമുക്ക് റബ്ബിന്റെ അടുക്കൽ വലിയ മഹത്വം കരസ്ഥമാക്കാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന ചെറിയ ചെറിയ തെറ്റുകൾക്ക് അതൊക്കെ പ്രായശ്ചിത്തമാവുകയും ചെയ്യും. അള്ളാഹു നന്മ ചെയ്യാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.